ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്യാരറ്റ് പുഡിങ് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലോട്ട് ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം എടുക്കണം. ആ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിൽ ജ്യൂസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു അരിപ്പ വെച്ചിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഞാനിതുപോലെ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമെടുത്ത് ഒന്നും കൂടി മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ 2 തവണ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കണം. ഞാനിവിടെ തീരെ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് നല്ലതുപോലെ മെൽറ്റ് ആയതിന് ശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇതിലെ കല്ലും കരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മിക്സ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കോൺഫ്ലവർ എടുക്കാം. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ അളവിനാണ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് കേട്ടോ. നമുക്ക് എന്നിട്ട് ആ കോൺഫ്ലവറിൻ്റെ മിക്സ് പുഡിങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം പെട്ടെന്ന് കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതുപോലെ തിക്കായി വരുന്ന സമയത്തോട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ഇത് ഫുള്ളായിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരും. അതാണ് ഇതിൻ്റെ പരുവം. അപ്പം ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതുണ്ട്, നമുക്കിത് കാണാൻ പറ്റും. ഇത് നമുക്ക് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു മോൾഡ് എടുക്കാം. ഞാനിവിടെ സാധാരണ ഒരു ലഞ്ച് ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ശകലം നെയ്യ് തടവി കൊടുക്കാം. നിങ്ങൾക്ക് കേക്ക് ടിന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലോ വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് നോക്കാം. ഇതുകൊണ്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രം വെച്ച് അതിലോട്ട് കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ടുപോരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത് കത്തിയിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ ഉറപ്പായിട്ടും എല്ലാവരും ചോദിക്കും ഇത് എവിടുന്നാണ് വാങ്ങിയതെന്ന് ഉറപ്പായിട്ടും ചോദിക്കും. കാര്യം നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതുള്ളത്. മധുരമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.